അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വ സ്വല്ലല്ലാഹു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ. നമ്മൾ ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആയത്ത് 15-ാമത്തെ ആയത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൻ കാന യളുന്നു അല്ലൻ യൻസുറഹുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ ഫൽയംദുദ് ബിസബബിൻ ഇലസ് സമാഇ ثم ليقطع فلينظر هل يذهبن كيده ما يغيظ وكذلك أنزلناه آيات بينات وأن الله لا يهدي من يريد وأن الله يهدي من يريد. അപ്പോൾ 15-16 ആയത്തുകൾ. മൻ കാന യളുന്നു അല്ല യൻസുറഹുല്ല. ലന്ന യളുന്നു എന്ന് പറഞ്ഞാൽ വിചാരിക്കുക. നസ്റ യൻസുറു ഇദാ ജാഅ നസ്റുല്ലാഹി. നസ്ർ സഹായം. നസ്റ സഹായിച്ചു. ലൻ യൻസുറു ഒരിക്കലും സഹായിക്കുകയില്ല. മൻ കാന യളുന്നു. അപ്പോൾ ആരെങ്കിലും വിചാരിക്കുകയാണെങ്കിൽ, അപ്പോൾ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചും അള്ളാഹുവോട് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ഗൗരവത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോൾ അള്ളാഹ് പറയാൻ മൻ കാന യളുന്നു. ഇനി ആരെങ്കിലും വിചാരിക്കുകയാണെങ്കിൽ അൻ ലൻ യൻസുറഹു സഹായിക്കുകയില്ല എന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സഹായിക്കുകയില്ല എന്ന്. ഹു ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തെ, നബിയെ. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കുകയില്ല എന്ന് അവരാരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ എവിടെ സഹായിക്കൂല? ഫിദ്ദുന്യ വൽ ആഖിറ. ദുന്യാവിലും ആഖിറത്തിലും നബിനെ മുഹമ്മദ് നബി ഇങ്ങനെ ജീവിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല, ഓനെ വല്ല കാര്യമൊന്നുമില്ല. ഇന്ന ഷാനി അക്കഹുൽ അബ്തർ എന്നുള്ള പ്രയോഗം ഉണ്ടല്ലോ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിന് സഹായം ലഭിക്കൂല എന്ന് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ ഫൽ യംദുദ് ബി സബബിൻ ഇലസ് സമാ. ഫൽ യംദുദ്, അവൻ നീട്ടിയിടട്ടെ, അവൻ നീട്ടിക്കെട്ടട്ടെ, നീട്ടി വെക്കട്ടെ എന്നൊക്കെയാണ്. മദ്ദ എന്ന് പറഞ്ഞാൽ നീട്ടുക. നമ്മൾ മദ് ഷദ് മദ് ഖുർആനിലുണ്ടല്ലോ, നീട്ടുക. ഫൽ യംദുദ്, അവൻ നീട്ടട്ടെ എന്നാണ്. ബി സബബിൻ, കയറിനെ എന്നാണ്. സബബ് എന്ന് പറഞ്ഞാൽ ശരിക്കും കാരണത്തിനാണ് നമ്മൾ പറയുക, അറബിയിൽ പറയാറുള്ളത്. ഒരു സംഗതി നടക്കുവാനുള്ള കാരണം. അപ്പോൾ കയറിനെ അവർ നീട്ടിയിടട്ടെ, നീട്ടിക്കെട്ടട്ടെ എന്നാണ്. എവിടേക്ക് കെട്ടാനാണ്? ഇലത് സമാ, ആകാശത്തിലേക്ക്. സുമ്മ, എന്നിട്ട് അതിന് ശേഷം, കയർ ആകാശത്തേക്ക് കെട്ടിയതിന് ശേഷം ലിയഖ്ത എന്നാണ്. ലിയഖ്ത, അത് മുറിക്കുകയും ചെയ്യട്ടെ. അപ്പോൾ സുമ്മൽ യഖ്ത, എന്നിട്ട് അതിനെ അവൻ മുറിച്ചു കൊള്ളട്ടെ. ഫല്യൻളുർ ഹൽ യുദ്ഹിബന്ന കൈദുഹു മാ യഗീദ്, എന്നിട്ട് അവർ നോക്കട്ടെ. യുദ്ഹിബന്ന കൈദുഹു മാ യഗീദ്, അവരുടെ തന്ത്രം കൊണ്ട് ഇത് ഇല്ലാതാക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്നാണ്. യഗീൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഒരു ഈർഷ്യത ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പോൾ അള്ളാഹ് പറയാണ്, നിങ്ങൾ ഇങ്ങനെ പറയണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിൻ്റെ സഹായം കിട്ടൂല എന്നൊക്കെ പറയണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ വെറുപ്പിക്കുന്ന കാര്യങ്ങളെ കൊണ്ട് അവൻ്റെ കുതന്ത്രം ഇല്ലാതാക്കാൻ എന്ത് ചെയ്യുക? നിങ്ങളെന്ത് ചെയ്യുക? പിന്നെ ആകാശത്തേക്ക് കയറ് കെട്ടുക. കയറ് കെട്ടിയിട്ട് മുറിച്ചളയുക എന്നാണ്. അല്ലെങ്കിൽ കയറിട്ടൊന്ന് ആകാശത്തേക്ക് കയറുക എന്നൊക്കെയാണ്. ഒരു 3-4 അഭിപ്രായങ്ങളാണ് ചില പണ്ഡിതന്മാരിൽ നിന്ന് വന്നിട്ടുള്ള വ്യാഖ്യാനങ്ങൾ. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കൂല എന്ന് ചില ആൾക്കാർ പറഞ്ഞു. അള്ളാഹ് നബിനെ സഹായിക്കൂല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കൂല എന്ന് പറയുന്നവർ അവരെന്ത് ചെയ്യുക? മേൽക്കൂരയിൽ കയറി ചത്തോളി എന്നാണ്. നിങ്ങൾ ആത്മഹത്യ ചെയ്തോളി. അതായത് നിങ്ങൾ ആകാശത്തേക്ക് കയറ് വലിച്ചിട്ട്, കയറ് കെട്ടിയിട്ട് ആ കയറും പിടിച്ച് ആകാശത്തേക്ക് കയറുക. എന്നിട്ട് നിങ്ങൾ ആ മുകളിൽ നിന്ന് ചത്തോളി, നിങ്ങൾ ആത്മഹത്യ ചെയ്തോ എന്നാണ്. അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ. ഇനി അതല്ല, പിന്നെ നിങ്ങൾ അങ്ങനെ കയറ് കെട്ടിയിട്ട് എന്ത് ചെയ്യുക? ആ കയറ് നിങ്ങൾ മുറിച്ചളി. എന്നിട്ട് നിങ്ങൾ നോക്കാലോ, ഈ വഴി വരുന്നുണ്ടല്ലോ നോക്കാലോ. അപ്പോൾ ആ ആകാശത്തു നിന്നും വരുന്ന വഴിൻ്റെ ശൃംഖല നിങ്ങൾ മുറിച്ചു കളയൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹിൻ്റെ സഹായം കിട്ടൂല. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടിയില്ല? വ്യാഖ്യാനിക്കേണ്ടിയില്ല എന്നാണ്. അപ്പോൾ എന്നിട്ട്
അങ്ങനെ ഫല്യൻളുർ ഹൽ യുദ്ഹിബന്ന കൈദുഹു മാ യഗീദ്. അങ്ങനെ വിലക്കപ്പെട്ട സഹായം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുമോ നോക്കാലോ. അങ്ങനെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടുന്ന സഹായം നിങ്ങൾക്ക് നിർത്തലാക്കാൻ ശ്രമിക്കാലോ. നിങ്ങൾക്ക് കിട്ടാത്ത സഹായം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ നോക്കാലോ. ഈ രൂപത്തിലാണ് അതിൻ്റെ വിശദീകരണം എന്നാണ് പണ്ഡിതന്മാരുടെ വ്യാഖ്യാനം. അപ്പോൾ മൻകാന യളുന്നു അല്ലയൻസുറഹുല്ലാഹു ഫിദ്ദുന്യ വൽ ആഖിറ ഫല്യംദുദ് ബിസബബിൻ ഇലസ്സമാഇ ثم ليقطع فلينظر هل يذهبن كيده ما يغيظ. അടുത്ത ആയത്ത് വകദാലിക അൻസൽനാഹു, വകദാലിക അപ്രകാരമാണ്, അൻസൽനാഹു നാം ഇറക്കിയത്. തൊട്ട് മുന്നേ നമ്മൾ അൻസല പറഞ്ഞല്ലോ, ഇറക്കുക. വകദാലിക അൻസൽനാഹു, അഞ്ചാമത്തെ ആയത്തിൽ അൻസല എന്നുള്ള പ്രയോഗം വന്നു. അൻസൽനാഹു നാം അതിനെ ഇറക്കിയിട്ടുണ്ട്. ആയാത്തിൻ ബയ്യിനാത്തിൻ, ആയാത്ത് നമുക്കറിയാം, ആയത്തുകൾ, ലക്ഷ്യം, ദൃഷ്ടാന്തം എന്നൊക്കെ അതിന് അർത്ഥം കൊടുക്കാറുണ്ട്. അൻസൽനാഹു ആയാത്തിൻ ബയ്യിനാത്തിൻ, വ്യക്തമായ ദൃഷ്ടാന്തങ്ങളായിക്കൊണ്ട് അള്ളാഹു ഇതിനെ അവതരിപ്പിച്ചു, നാം അതിനെ ഇറക്കിയിട്ടുണ്ട്. വ അന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, യഹ്ദി മയ്യുരീദ്, യഹ്ദി അവൻ ഹിദായത്ത് കൊടുക്കും. ഹുദ യഹ്ദി അവൻ ഹിദായത്ത് കൊടുക്കും. ആർക്ക് ഹിദായത്ത് കൊടുക്കും? മൻ യുരീദ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. ഇന്നല്ലാഹ യഫ്അലു മാ യുരീദ് എന്ന് പറഞ്ഞല്ലോ, അതുപോലെ. അപ്പോൾ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് കൊടുക്കും എന്ന് ഖുർആൻ പറയാണ്. ശേഷം അള്ളാഹു കുറച്ച് ആളുകളെക്കുറിച്ച് സൂചിപ്പിക്കണം, കുറച്ച് വിശ്വാസമുള്ളവരെക്കുറിച്ച് സൂചിപ്പിക്കണം. അപ്പോൾ ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു തലത്തിലേക്കാണ് ഖുർആൻ നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. ഇവിടെ മുശ്രിക്കുകളെക്കുറിച്ച് ഒരു രൂപം തന്നാണ്. അതായത് ഈ ലോകത്തും പരലോകത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹിൻ്റെ സഹായമൊന്നും കിട്ടൂല എന്ന് ചില ആളുകൾ പറഞ്ഞപ്പോൾ അള്ളാഹ് പറയാണ്, നിങ്ങൾ ആകാശത്തേക്ക് ഒരു കയർ എന്ത് ചെയ്യുക, നീട്ടിയിടുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ നീട്ടിയിട്ടിട്ട് ആ കയർ എന്ത് ചെയ്യുക, ഒന്ന് മുറിച്ചുകളി. എന്നിട്ട് നിങ്ങൾക്കൊരു ഈർഷ്യത ഉണ്ടാക്കുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അല്ലേ, മാ യഗീദ്, നിങ്ങൾക്ക് രോഷം കൊള്ളിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിനെ, അതായത് എന്താ, അവരെ രോഷം കൊള്ളിക്കുന്ന സാധനം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടുന്ന സഹായം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുന്ന വിജയം, അള്ളാഹുവിന് എടുക്കുന്ന സഹായം. ഈ ഈർഷ്യത ഉണ്ടാക്കുന്ന സാധനം നിങ്ങളുടെ കുതന്ത്രങ്ങളെ കൊണ്ട് ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് ശ്രമിക്കൂ. ഒന്ന് നോക്കാലോ, വിജയിക്കുമോ നോക്കാലോ, നിങ്ങളുടെ കുതന്ത്രം വിജയിക്കുമോ എന്ന് നോക്കാലോ. അപ്പം അള്ളാഹ് ഒരു കളിയാക്കുകയാണ് ഇവരെ. നിങ്ങൾക്കൊന്നും ആവൂല, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, ഇതൊക്കെ അള്ളാഹിൻ്റെ കഴിവും ഇറാദത്തും മാത്രമേ നടക്കുകയുള്ളൂ എന്ന് ഇവരെ ബോധ്യപ്പെടുത്തുക കൂടിയാണ്. അല്ലെങ്കിൽ അതൊരു കളിയാക്കിക്കൊണ്ട് പറയുന്ന ഒരു രംഗമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അള്ളാഹു ഈ രൂപത്തിൽ കൂടുതൽ പഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.